ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ മൈ ഡാർലിങ്സ്. എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ? വീട്ടമ്മമാരുടെ വീട്ടിലെ പണികൾ കഴിഞ്ഞോ? പിന്നെ ജോലിക്ക് പോകുന്നവരെന്തൊക്കെയുണ്ട് ഓഫീസിൽ വിശേഷം? എല്ലാവർക്കും സുഖമായിട്ട് വിചാരിക്കുന്നു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ലവ് യു ഓൾ. നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബത്തിലൂടെ ഒന്ന് പോയാലോ? നമുക്ക് എൻ്റെ കല്യാണത്തിൻ്റെ ആൽബത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. ഇന്ന് എന്ത് കണ്ടന്റ് ഇടും എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരുന്ന് അലമാരി അടക്കാൻ പോയപ്പോഴാണ് എൻ്റെ കല്യാണ ആൽബം കണ്ടത്. ആക്ച്വലി CD ഉണ്ട്, പക്ഷേ CD ഒക്കെ എടുത്തിട്ട് ഇത് വീഡിയോ ഇട്ടിട്ട് പണികൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സാം വരണം. അപ്പം ഞാൻ കരുതി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ എന്നെ കൊണ്ട് കല്ലെടുപ്പിക്കേണ്ട, ഈസി ആയിട്ടുള്ള പണി ചെയ്താൽ മതിയല്ലോ. മാത്രമല്ല എനിക്ക് വീട്ടിലെ പണികൾ ഒരുപാട് പെൻഡിങ് ഉണ്ട്. ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പണികൾ, പക്ഷേ ഇന്ന് എനിക്ക് ഒത്തിരി പണികൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മളുടെ കല്യാണ ആൽബമാണ്. നമ്മളുടെ സാം, നമ്മളുടെ സൂര്യ. ഇത് സാം ആണെങ്കിൽ നല്ല ഗ്ലാമറാണ് കേട്ടോ. ഞാനൊരു ഓഞ്ഞ ലുക്കായിരുന്നു ആ സമയത്തൊക്കെ. ഈ ഓഞ്ഞ ലുക്കിൽ നിന്ന് എന്നെ മാറ്റിയെടുത്തത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് കോൺഫിഡൻറ്റ് ലെവൽ എൻ്റെ കൂട്ടിത്തന്ന് എന്നെ ഈ കാണുന്ന ഞാനാക്കിയ ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് ആ ക്രെഡിറ്റ്, വേറെ ആർക്കുമല്ല. വളർത്തി വഷളാക്കിയെന്നാണ് പറയാറുള്ളത് എല്ലാവരും. എന്നെ വളർത്തി വഷളാക്കിയത് എൻ്റെ കെട്ടിയവനാണെന്ന് അന്നത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ. ഈ റെഡ് സാരി എടുത്തേക്കുന്ന ചേച്ചിയാണ് എന്നെ മേക്ക് ഓവർ ചെയ്തെടുത്തത്. പക്ഷേ ഭയങ്കര വൃത്തിയായിട്ടായി പോയിട്ട് അന്നത്തെ മേക്കപ്പ്. വേറെ നല്ല അത് ആ ചേച്ചിയുടെ കുറ്റമൊന്നുമല്ല. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഡ്രസ്സോ ഇങ്ങനത്തെ എന്താ പറയണത് മാലയോ കാര്യങ്ങളോ ഒന്നും ചേരത്തില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാതിരുന്ന ആളാണ്. ഇപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ അന്നും ഇന്നും ആണെങ്കിൽ ഒരു ജീൻസും ടീഷർട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അങ്ങനെ അത്ര മതി എനിക്ക്. അല്ലാണ്ട് പക്ഷേ എനിക്കിതൊക്കെ നമ്മളൊരു എൻഗേജ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ കരുതിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇട്ട് നിൽക്കണം എന്ന് കരുതിയിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഭയങ്കര ബോറായിരുന്നു. മേക്കപ്പും ഓവറോൾ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ നല്ല സൂപ്പർ, വളരെ എന്താ പറയണത്, ജെൻറ്റിൽ ലുക്കായിരുന്നു പുള്ളിയുടെ. പുള്ളി പറഞ്ഞു കല്യാണത്തിന് ഈ കോലത്തിൽ വരരുത്, ഇത്ര മേക്കപ്പ് ചെയ്യരുതെന്ന് പുള്ളി അന്ന് തന്നെ വാൺ ചെയ്തു. ഞങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അന്ന് പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് എൻ്റെ വാങ്ങിച്ച ചെരുപ്പ് വന്നിട്ട് അത്ര തിരക്കായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. ചെരുപ്പ് എൻഗേജ്മെൻറ്റിന് ഇടാനുള്ള ചെരുപ്പ് പുള്ളിയുടെ അടുത്തായിപ്പോയി. എൻഗേജ്മെൻറ്റ് വാങ്ങിച്ച ചെരുപ്പിൻ്റെ ബോക്സ്. എന്നിട്ട് പള്ളിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ചെരുപ്പിട്ടിട്ടാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് അങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ അതേ ഞങ്ങൾ പുള്ളിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. എൻഗേജ്മെൻറ്റ് വന്നിട്ട് സാമിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് സാമിൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാം ഒരു ഷടപടേന്നായിരുന്നു. അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. അതൊക്കെ പതിയെ പറയാം. ഇതാണ് സാമിൻ്റെ മമ്മി വന്നിട്ട് തിരി തന്നിട്ട്, വിളക്കായിരുന്നു വേണ്ടത്, പക്ഷേ തിരി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു മമ്മിയുടെ ഭാവം. വിളക്കൊന്നുമില്ലടി, തിരി വെച്ചിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അന്ന് തന്നെ തുടങ്ങി മമ്മിയുടെ പോര്. അതൊക്കെ പോട്ടെ. ഇത് എൻ്റെ റിലേറ്റീവ്സ് ആയിരുന്നു. ഇത് വന്നിട്ട് എല്ലാവരും ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അവിടെ വന്നിട്ട് നമുക്ക് ജ്യൂസൊക്കെ തരുന്നുണ്ട് മമ്മി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ, മമ്മിയൊക്കെ നല്ല ഭാവമായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല മമ്മിക്കൊന്നും. ഞാൻ ചുമ്മാ പറയുന്നതാണ്. ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ലുക്ക്. കല്യാണത്തിൻ്റെ ലുക്ക് വന്നിട്ട് ഭയങ്കര, ഞാൻ പറഞ്ഞു ഒട്ടും മേക്കപ്പ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കല്യാണം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ടു, ലൈറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ എന്തായാലും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനന്ന് ഗൗൺ മതിയെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഗൗണൊന്നും ഇടാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു വേണ്ട, സാരി തന്നെ മതി, കുറച്ച് ടിപ്പിക്കൽ ക്രിസ്ത്യൻസ് ആണ് ഞങ്ങളുടെ. അപ്പോൾ സമ്മതിച്ചില്ല അവർ. ഇത് വന്നിട്ട് എൻ്റെ മമ്മി റൈറ്റിൽ നിൽക്കുന്നത്, നടുക്ക് നിൽക്കുന്നത് എൻ്റെ മേരിയമ്മ, മമ്മിയുടെ ഇപ്പുറത്ത് നിൽക്കുന്നത് മമ്മിയുടെ ഒരു സിസ്റ്ററാണ്. അപ്പം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാലയിൽ പിടിച്ച്, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, മാലയിൽ പിടിക്കും, ബൊക്കെയൊക്കെ തരും. ഇന്നൊന്നും അങ്ങനെയല്ല, ഇന്നൊക്കെ എന്താ പറയണത്, യോയോ സ്റ്റൈലാണ്. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല. ഈ ഫോട്ടോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഡാഡി ഉമ്മ തന്നു നിൽക്കുന്ന ഫോട്ടോ. സത്യമായിട്ടും കല്യാണത്തിൻ്റെ അന്നാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടുന്നത്. ഉമ്മ തരാറുണ്ട്, അങ്ങനെ ഫാദറിൻ്റെ അടുത്തു നിന്നുള്ള അങ്ങനെ ഉമ്മ തരലൊന്നും എനിക്കെന്നെ കിട്ടിയിട്ടില്ല. എൻ്റെ അപ്പൂപ്പനാണിത്. അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. പിന്നെ താഴെയുള്ളതൊക്കെ എൻ്റെ മമ്മിയുടെ അനിയത്തിമാരാണ്, അവരുടെ ഹസ്ബൻഡ്. ഞങ്ങളുടെ അങ്ങനത്തെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്ത കൂട്ടത്തിൽ ഉള്ള ഫോട്ടോസാണത്. ഇത് വന്നിട്ട് അമ്മാമ്മയുടെ അപ്പൻ്റെ അനിയനാണിത്. ഇത് വന്നിട്ട് ഈ മോനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പാപ്പൻ്റെ അനിയൻ്റെ മകനും ഭാര്യയുമാണ്. ഇത് വന്നിട്ട് അമ്മാമ്മയുടെ വേറൊരു അനിയനാണിത്. നമ്മുടെ ഒത്തിരി റിലേറ്റീവ്സ് പറയുവാണെങ്കിൽ പെട്ടെന്ന് എനിക്കങ്ങനെ ബന്ധം അങ്ങനെ പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് അറിയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് അപ്പൂസ്, ഈ മോനൊക്കെ വലുതായി കാണും, അലൻ എന്നാണ് അവൻ്റെയൊക്കെ പേര് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുള്ള രണ്ടാമത്തെ ആൺകുട്ടിയാണ് കേട്ടോ. വീട്ടിൽ മൊത്തം ഒരു പെൺകുട്ടികളാണ്, പെൺപടകളാണ്. എൻ്റെ അപ്പാപ്പനൊരു ഹിറ്റ്ലറായിരുന്നു, ഹിറ്റ്ലർ. ഇത്രയും പെണ്ണുങ്ങളെ മേയ്ക്കണ്ടേ.
പിന്നെ ഇത് താലി കെട്ടണ വീഡിയോ. ഈ മനുഷ്യൻ താലി വെച്ചിട്ട് കുറേ നേരം പിടിച്ചു കെട്ടാൻ. പക്ഷേ എൻ്റെ ദൈവമേ, എൻ്റെ ഒരു കസിൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവളുടെ ചെറിയ ഫോണിൽ അവൾ വീഡിയോ എടുത്തിട്ട് അവൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇത്ര നേരം എന്തായിരുന്നു. കുറേ പുള്ളി ഇങ്ങനെ പുള്ളിക്ക് വളരെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഒരാളാണ്. ആ കൃത്യത ഇതിലും കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ കുറേ നേരം പിടിച്ചു. ഞാൻ ചിരിക്കുന്ന കണ്ടോ ഈ ഫോട്ടോയിൽ? വേറെ ഒന്നല്ല, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് തോണ്ടി ഇയാൾ. ഇതൊക്കെ പണ്ടത്തെ നമ്പറല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതെൻ്റെ മന്ത്രകോടിയാണ്, എൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും. ഞാൻ വളരെ വളരെ എന്താ പറയുക, എനിക്ക് അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ സ്വർണ്ണങ്ങളൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അതൊക്കെ കഥകളാണ് മക്കളെ. അങ്ങനെ വന്നിട്ട് പിന്നെ എന്താ, അതൊക്കെ പോട്ടെ. മന്ത്രകോടിയൊക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ സാരിയും എൻ്റെ അടുത്ത് മിസ്സിങ്ങാണ്, സാരിയില്ല. പിന്നെ വന്നിട്ട് ഇത് ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് സൈൻ ചെയ്യുവാണ്. പള്ളിയിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അതിപ്പോൾ നമ്മൾ ഏത് മതപരമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാലും അവിടെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണ ഒരു അറ്റ്മോസ്ഫിയർ, അത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇത് അച്ഛൻ. ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിലേറ്റീവാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ ഈ അച്ഛൻ. അപ്പം അച്ഛനായിട്ട് കുറച്ച് നേരം സൗഹൃദ സംഭാഷണം എടുത്തായിരുന്നു. പിന്നെ അത് വന്നിട്ട് കണ്ടോ, സാമിനെ കണ്ടോ, കുട്ടപ്പനായിട്ടുണ്ടല്ലേ. സാമ് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ എൻ്റെ കല്യാണത്തിന് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയത്. എൻഗേജ്മെൻറ്റ് അത്ര വൃത്തിയായിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ, എൻഗേജ്മെൻ്റ് ആണോ കല്യാണമാണോ നന്നായിരുന്നതെന്ന്. കല്യാണം എന്നേ പറയത്തുള്ളൂ കമ്പയർ ചെയ്ത് നോക്കുമ്പം. പിന്നെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരെയും നമ്മൾ കാഴ്ച കൊടുത്തു കഴിഞ്ഞിട്ട് ബ്ലെസ് ചെയ്യത്തില്ലേ, ആ ഒരു ഇതാണ്. ക്രിസ്ത്യൻസിനെ അറിയാൻ പറ്റും കാണുമ്പോൾ അല്ലേ. ഫോട്ടോസ് അത്രയും ക്ലാരിറ്റി കുറവാണ്. ഇതേ സാമേനോട് പറയുന്നത് വേറൊന്നല്ല, എന്താ ഈ നിങ്ങളുടെ കുർബാന തീരാത്തത്? കാരണം ക്രിസ്ത്യൻസ് സിറിയൻ കാത്തലിക്കിൻ്റെ മാസിന് നല്ല ലെങ്തിയാണ്, പാവത്തിന് ബോറടിച്ചു. അപ്പോൾ അതാണ് എന്നോട് ചോദിക്കുന്നത്, തീരുന്നില്ലല്ലോ എന്ന്. ഇത് കണ്ടോ, എനിക്ക് നാണം വന്നു ഈ ഫോട്ടോ എടുത്തപ്പം. അതാണ് ഞാൻ നെഞ്ചത്തോട്ട് ചാരിയുന്നത്. ഭയങ്കര നാണം വന്നു. ഇപ്പം നാണമൊന്നുമില്ല കേട്ടോ, ഇപ്പം അതൊക്കെ പോയി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? വർഷം 15 ആവാൻ പോകുന്നു. ഇത് വന്നിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഉള്ള ഒരു കേക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു നെറ്റൊക്കെ തലയിലിടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? ഈ മന്ത്രകോടിക്ക് ഈ ഒരു കുഞ്ഞി ക്രൗണേ ചേരത്തുള്ളൂ. സാമിൻ്റെ വീട്ടിലുള്ള ഒരു റിലേറ്റീവ് പറഞ്ഞു നെറ്റ് ഇടണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നെറ്റ് ഇടണം എന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് എന്നോട് എന്തോ മുൻ വൈരാഗ്യം ഉണ്ടോയെന്നാവും. എന്തൊരു ചൂടായിരുന്നു എന്നറിയോ, ഈ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അമ്മാതിരി ചൂടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ ഏകദേശം ടയേർഡായി. കാരണം അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ AC ഉണ്ടായിരുന്നു, പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഉഷ്ണമായിരുന്നു. കുറച്ച് ചൂടുള്ള സമയമായിരുന്നു, ഡിസംബർ ആയിരുന്നെങ്കിലും. അതിനുശേഷം പിന്നീട് വരുന്നതാണ് ഞങ്ങളുടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിനാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനൊന്നും സമ്മതിച്ചില്ല. അപ്പം പറഞ്ഞു കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഷൂട്ടിംഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കറക്കമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കഥയാണ്, കഥ ഞാൻ വേറെ ദിവസം പറയാം. പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട് എടുത്തത്. അപ്പം ഞങ്ങളുടെ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, കാരണം ഒത്തിരി ലേറ്റായി. പൊതുവെ 3 മണിക്ക് വരാൻ പറഞ്ഞാൽ ഞങ്ങൾ 4 മണിക്ക് എത്തുള്ളൂ. അതുകൊണ്ട് 4 മണിയുടെ കാര്യത്തിന് ഞങ്ങളോട് 3 മണിയെന്ന് പറയണം. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഭയങ്കര പങ്ക്ച്വലായിട്ടോ. കാരണം ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ ആരും പോകത്തില്ല. ഇരിക്കുന്നവരുടെ പാട്ടിന് പോകും എണീറ്റ്. സോ ഞങ്ങൾ വളരെ ഓൺ ടൈമുള്ള ദമ്പതികളാണിപ്പോൾ. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല, ഭയങ്കര ലേസി ആയിരുന്നേ. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടില്ലേ, ലവ് സീനാണ് കുറേ എടുത്ത് കൂട്ടിയത്, ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നതും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഫോട്ടോയിലുള്ള ചില സീനും കാര്യങ്ങളൊക്കെ വളരെ ഒതൻറ്റിക് ആയിരുന്നു. ഞങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിരേണ്ട വന്നില്ല. ഞങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു അഭിനയിക്കാൻ പറഞ്ഞപ്പം. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചിലവർക്കൊക്കെ ഈ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇത് കുട്ടികൾക്ക് കാണാനൊന്നും പറ്റത്തില്ല, ഇത്ര വലിയ അടുത്തും ഇത്ര ഇൻറ്റിമസി സീനൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിങ്ങനെ ലിപ് ലോക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഉമ്മ തരാൻ പോകുന്ന പോലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി. എൻ്റെ വീട്ടിലല്ല, നമ്മുടെ റിലേറ്റീവ്സ് ചിലവരുണ്ടാവത്തില്ല ഈ ചുമ്മാ ചൊറിയുന്ന സാധനങ്ങൾ. എന്നാൽ അവരുടെ മക്കളൊക്കെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ദൈവമേ, കല്യാണത്തിന് മുന്നേ തന്നെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന കരുതി ഭയങ്കര അവിടെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഫോട്ടോയൊക്കെ കാണുമ്പം നമുക്ക് എത്ര വന്നാലും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണല്ലേ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ വീഡിയോ അതായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് എടുത്ത് തന്നതും, അതായത് ഞങ്ങളുടെ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നതും ആൻ്റണി എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. അതാണ് ആൻ്റണീസ് ഫോട്ടോ ആൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഉണ്ട് ചേട്ടൻ, നല്ല ഇപ്പോൾ ചേട്ടൻ ഭയങ്കര ഹൈടെക് കാര്യങ്ങളായി. അന്നേ ചേട്ടൻ ഹൈടെക് ആയിരുന്നു. ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര, ചേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഞങ്ങളും ചിരിച്ചുകൊണ്ടിരിക്കും, ചേട്ടനും ചിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചേട്ടൻ്റെ ഒപ്പം നിന്നപ്പോൾ നമുക്കും അതിൻ്റെ കംഫർട്ട് ലെവലായിരുന്നു കേട്ടോ ഫീൽ ചെയ്തത്. നല്ല, നമുക്കറിയാം, നമുക്ക് ഫാമിലിയോടെ അറിയാം ചേട്ടനെ. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് ചേട്ടനെയൊക്കെ പറ്റി ആലോചിച്ചപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പം ചേട്ടന് നല്ല എത്രയും മനോഹരമാക്കി തരാൻ പറ്റുമോ അത്രയും മനോഹരമാക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഓരോരോ ഫോട്ടോസും. ഞങ്ങൾക്ക് സത്യത്തിൽ അതായത് ഈ ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോഷൂട്ടാണ്. അവിടെ ഈ ഒരു ഫോട്ടോ ആണ് കുറച്ച് ഞങ്ങൾക്ക് ഇതായിപ്പോയത്. അതായത് ഇതായിപ്പോയി ഞങ്ങൾക്കല്ല, എൻ്റെ ഫാമിലിയിൽ പെട്ട ചില റിലേറ്റീവ്സ് പറഞ്ഞത്, അയ്യോ ഇതെന്താ ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നത്. കാരണം ഇത് വീഡിയോ ആയപ്പോൾ കുറച്ചും കൂടെ നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പം അവർ പറഞ്ഞു ഇത് പിള്ളേർക്ക് കാണാൻ കൊള്ളത്തില്ല, അങ്ങനെയാണോ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടത്, ഇത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ അന്ന് ഭയങ്കര സംസാരങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ മൈൻഡൊന്നും ചെയ്തൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ അന്നൊക്കെ ഫേസ്ബുക്കും ഓർക്കുട്ടൊക്കെ ആണെന്ന് തോന്നുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഞങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആരൊക്കെ എന്തൊക്കെ ഞങ്ങളോട് വേണ്ട എന്ന് പറയുന്നുവോ അത് ഇന്നും അന്നും എന്നും ചെയ്യുന്നൊരു സ്വഭാവം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ സുന്ദരൻ, നമ്മുടെ സാമിൻ്റെ അവസാനത്തെ, അതായത് ഈ ആൽബത്തിൽ അവസാനം ഇങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ, സാം ഇതിന് മുന്നും കല്യാണത്തിന് മുന്നും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്ന ആളാണ്. അത്യാവശ്യം മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു സാം ഒരു ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുള്ളിക്കാരനത് വലിയ ചമ്മലും കാര്യങ്ങളൊന്നുമില്ല, ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യാനും അങ്ങനത്തെ ചമ്മലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പാണ്. പിന്നെ എനിക്കാണ് പിന്നെയും കുറച്ച് ചമ്മലുണ്ടായിരുന്നത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോസ് ചെയ്യാനൊക്കെ. ഇപ്പോഴും എനിക്ക് അങ്ങനെ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പുള്ളിയുടെ ഒപ്പം നടന്നും നമുക്കത് യൂസ്ഡ് ആയി ഏകദേശം. ആൾക്ക് അങ്ങനത്തെ ഒരു, അതായത് കുറച്ച് ഫോട്ടോജനിക് ആണ് ആൾ. പിന്നെ അതുപോലെ തന്നെ നേരിട്ടും നല്ല ഹാൻഡ്സം ആണ് കേട്ടോ. ഇപ്പോൾ ഇത്തിരി കുറച്ചൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നു, കാരണം ആളുടെ ഡ്യൂട്ടി നേച്ചർ അനുസരിച്ചിട്ട് കുറച്ച് കളറൊക്കെ ടാനൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ആൾ നാട്ടിൽ നിന്ന് ഒരു മാസം ആകുമ്പോഴേക്കും ബാക്ക് ടു നോർമൽ ആകും. ആളുടെ അങ്ങനത്തെ ഒരു നേച്ചറാണ്. അപ്പം ആളപ്പം ഈസി ആയിട്ട്, പുള്ളിക്കാരൻ ഓരോ ഫോട്ടോഷൂട്ടും ഈസി ആയിട്ട് എടുത്തത്. എനിക്കാണ് പിന്നെയും കുറച്ചും കൂടെ, എന്നെയാണൊന്ന് കംഫർട്ടാക്കി തരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അത് സാം തന്നെ കംഫർട്ടാക്കി തന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കമൻസ് പറയുമ്പം അന്നത്തെ കാലത്തൊക്കെ എനിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു സാമേ നമുക്ക് ഇടണ്ട എന്നൊക്കെ അന്ന് ഞാനിങ്ങനെ പറഞ്ഞു ആദ്യം. പക്ഷെ അപ്പോൾ പുള്ളി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നീ അവരല്ലല്ലോ നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യണം, അവരല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒപ്പം നിന്നിട്ട് ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ധൈര്യം വരത്തില്ലേ. അങ്ങനെ പിന്നെ ഞാനും ഏകദേശം പുള്ളിയുടെ ഇതിലോട്ട് തന്നെ അങ്ങോട്ട് മാറി. അതായത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു രീതി. അങ്ങനെയാണ്. അങ്ങനെ ലാസ്റ്റ് ഡേ അവസാനം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഒരു ഫാമാണ് സംഭവം. ഈ ഫിഷിൻ്റെയൊക്കെ ഒരു ഫാമാണ്. അതിപ്പം കുറച്ചും കൂടെ ഹൈടെക് ആയി ഇപ്പോൾ ആ ഏരിയയൊക്കെ. അന്ന് ഞങ്ങൾ 2009 അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒന്നത് റീക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ അന്നത്തെ എല്ലാ മൂവ്മെൻറ്റും. അതെന്തായാലും സമയം കിട്ടുന്ന അനുസരിച്ചിട്ടൊന്ന് ചെയ്യാമെന്നും കരുതുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കമൻറ്റ് ചെയ്യണേ എല്ലാവരും.